ഹായ് ഗായ്സ്, കലിപ്പുറം നോട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. ബിഗ് ബോസ് മലയാളം സീസൺ 7 9th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വോട്ടിംഗ് അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 11 മണിവരെയുള്ള അൺഒഫീഷ്യൽ വോട്ട് സ്റ്റാറ്റസാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 8 പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരാളാകും പുറത്തു പോകുന്നത്. എന്തായാലും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ മത്സരാർത്ഥി സാവത്തുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്തതെന്നും കൂടെ വീഡിയോ ഡീറ്റെയിൽ കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക. ഒരു മണിക്കൂറിൽ കൃത്യമായ അൺഒഫീഷ്യൽ വോട്ട് സ്റ്റാറ്റസുകളും ബിഗ് ബോസ് അപ്ഡേറ്റുകളും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇന്ന് 11 വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോളുടെ പൊസിഷൻ യാതൊരു മാറ്റമില്ലാതെ തുടരുകയാണ്. വമ്പിച്ചൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താൻ ടോപ്പ് 5 എത്തുമെന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ളൊരു വോട്ടിംഗ് പ്രകടനം. 41,209 എന്ന കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിൽ 1ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ അനുമോളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 2ാം പൊസിഷനിൽ ജിസൽ തന്നെയാണ് തുടരുന്നത്. ജിസലിൻ്റെ പൊസിഷനും യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. നല്ലൊരു മുന്നേറ്റമാണ് ജിസലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ജിസലിൻ്റെ വീട്ടുകാർ വന്നതിന് ശേഷം 29,325 എന്ന കൂറ്റൻ വോട്ട് നേടി 2ാം പൊസിഷനിൽ തന്നെ തുടർന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 3ാം പൊസിഷനിൽ വേദലക്ഷ്മി കയറി വന്നിട്ടുണ്ട്. നൂറെ അട്ടിമറിച്ചുകൊണ്ടാണ് വേദലക്ഷ്മി കയറി വന്നിരിക്കുന്നത്. ഒരു വമ്പൻ അട്ടിമറിയാണ്. കാരണം നൂറ ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പിന്നിലായി 27,700 വോട്ട് നേടി വേദലക്ഷ്മി ഇപ്പോൾ 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ നൂറ ആണുള്ളത്. നൂറയ്ക്ക് അടിതെറ്റി പിന്നിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. 27,655 വോട്ട് നേടി 4ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുകയാണ് നൂറ. 5ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലയും നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 100 ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദില. 26,832 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുകയാണ്. പക്ഷേ നെവിന് ഏത് നിമിഷം വേണമെങ്കിലും പൊസിഷൻ മാറും. കാരണം ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 24,085 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ സാബുമാനുള്ളത്. സാബുമാന് തരക്കേടില്ലാത്ത വോട്ടിംഗ് പ്രകടനം ആദ്യം കാഴ്ചവെച്ചെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിൽ വോട്ടിംഗ് ഇടിവ് സംഭവിച്ച് പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 24,004 വോട്ട് നേടി 7ാം പൊസിഷനാണുള്ളത്. 8ാം പൊസിഷനിൽ ഒനിൽ സാബുവാണ് ഉള്ളത്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒനിൽ സാബു. ഇനി വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. 22,300 വോട്ട് നേടി 8ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ് ഉള്ളത്. താങ്ക് യു.